ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ നല്ല കേട്ടോ. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ലഡു ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയി ഗൈസ്. അപ്പോൾ എന്താ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളെന്നെ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, എന്താണ് ഇതിന് പറ്റിയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഞാനൊരു അരക്കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ കടലമാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ കളറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്റർ നമുക്കിതുപോലെ ഒന്ന് എണ്ണയിലോട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്യാവേ. ഞാനൊരു പാനിൽ കുറച്ച് അരക്കപ്പ് ഷുഗറും കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ മെൽറ്റാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പൊടിച്ചെടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നി ഇതെന്തോ ഫ്ലോപ്പായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം എന്താ വരട്ടെന്നിരുന്ന് ഞാൻ അത് പിന്നെ ഈ ഷുഗറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ മെൽറ്റായ ഷുഗറിലോട്ട് ഇട്ടിട്ട് കൂടി അത് എന്തോ ഡ്രൈ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴെനിക്ക് തോന്നി ഇത് ഫ്ലോപ്പായി, ഇത് ലഡു ഒന്നും അല്ല, ഇതെന്തോ അവലോസ് പൊടിയാകണമൊക്കെ ആവുമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ വരട്ടെ എന്ന് കരുതി കുറേ നേരം ഞങ്ങൾ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലോട്ടിട്ട് തണുക്കാൻ വെച്ചേട്ടോ. ഞാൻ പിന്നെ തണുത്തതിന് ശേഷം അത് ഉരുളയാക്കാൻ നോക്കിയായിരുന്നേ. അപ്പം നല്ല തണുത്തിൽ ചെറിയ ചൂടിൽ തന്നെയാണ് ഞാൻ അത് ഉരുളയാക്കാൻ നോക്കിയത്. പക്ഷേ അത് ഡ്രൈ ആയിട്ട് ഇരുന്നതുകൊണ്ട് തന്നെ അത് ഉരുളയാവുന്നുണ്ടായിരുന്നില്ല, പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും മിക്സിയിൽ അതൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അതൊന്ന് ഉരുളയാക്കാൻ നോക്കിയത്. അപ്പോഴും നന്നായിട്ട് ഉരുളയായിട്ട് വന്നു. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചതല്ല, എങ്ങനെ കളയും? അപ്പം ഞാൻ എന്തായാലും അനിയനും അമ്മയ്ക്കാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ എൻ്റെ ലഡു ഫ്ലോപ്പായിട്ടുണ്ട്. ഇതിനേക്കാളും ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കടയിൽ നിന്ന് ഒരു ലഡു മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.